കേരളത്തിൽ ധാരാളം പ്രമുഖ കോളേജുകൾ ഈ റാങ്കിങ്ങിലുണ്ട്. അതിൽ 4ാം സ്ഥാനത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് BCA ഡിപ്പാർട്ട്മെന്റ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന കാര്യമാണ്. തൂഫാനുമായി ബന്ധപ്പെട്ടിട്ട് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ധാരാളം പരിപാടികൾ നമ്മൾ ഈ കോളേജിൽ നിന്നും പുറത്തും നടത്തിയിട്ടുണ്ട്. ഫ്ലാഷ് മോബ് നടത്തിയിട്ടുണ്ട്, കൊളാഷിന്റെ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്, റീൽസിന്റെ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അക്കാദമിക മികവിൽ വീണ്ടും നേട്ടം കൊയ്ത് പെരിന്തൽമണ്ണ ചെറുകര SNDP YSS കോളേജ്. IIRF 2026 റാങ്കിങ്ങിൽ കേരളത്തിലെ കോളേജുകളിൽ BC ഡിപ്പാർട്ട്മെന്റ് 4ാം സ്ഥാനം സ്വന്തമാക്കിയതോടൊപ്പം വിവിധ കോഴ്സുകളിൽ മികച്ച വിജയവും യൂണിവേഴ്സിറ്റി റാങ്കുകളും കോളേജിന് സ്വന്തമായി. നേട്ടങ്ങൾക്ക് പിന്നിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കോളേജ് പ്രിൻസിപ്പൽ PK ജഗന്നാഥൻ. പെരിന്തൽമണ്ണ ചെറുകരയിൽ പ്രവർത്തിക്കുന്ന SNDP YSS കോളേജ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ്. അക്കാദമിക് നിലവാരത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾ, സ്പോർട്സ്, NSS പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥി ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലും സജീവ സാന്നിധ്യം അറിയിച്ചു വരുന്ന കോളേജ് ഇത്തവണ ദേശീയ തലത്തിലുള്ള മറ്റൊരു നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. IIRF 2026 റാങ്കിങ്ങിൽ കേരളത്തിലെ പ്രധാന പ്രൈവറ്റ് കോളേജുകളെ പിന്തള്ളിയാണ് കോളേജിലെ BCA വകുപ്പ് 4ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ വർഷം 5ാം സ്ഥാനത്തായിരുന്ന വകുപ്പ് ഈ വർഷം ഒരു പടി കൂടി മുന്നേറി 4ാം സ്ഥാനം നേടിയതായി കോളേജ് പ്രിൻസിപ്പൽ PK ജഗന്നാഥൻ പറഞ്ഞു. BCA വകുപ്പിൽ ഈ വർഷം പരീക്ഷ എഴുതിയ 46 വിദ്യാർത്ഥികളും വിജയിച്ചു. 100% വിജയം നേടിയതോടൊപ്പം മികച്ച ഗ്രേഡുകളോടെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ പാസ്സായതെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. അധ്യാപകരുടെ ആത്മാർത്ഥമായ പഠനരീതിയും വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു. നമ്മൾ വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് നമുക്കിന്ന്. കാരണം നമ്മുടെ BCA ഡിപ്പാർട്ട്മെന്റ് IIRFന്റെ 2026 റാങ്കിങ്ങിൽ നമ്മൾ 4ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ധാരാളം പ്രമുഖ കോളേജുകൾ ഈ റാങ്കിങ്ങിലുണ്ട്. അതിൽ 4ാം സ്ഥാനത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് BCA ഡിപ്പാർട്ട്മെന്റ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ അക്കാഡമിക്കൽ എക്സലൻസിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ 46 കുട്ടികളെ നമ്മൾ എക്സാമിൽ ഇരുത്തിയിരുന്നു. അതിൽ 46 കുട്ടികളും നല്ല ഗ്രേഡോടുകൂടി നമുക്ക് പാസ്സായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് 100% പാസ്സാണ് നമുക്ക് ഈ വർഷം BCA ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ് നമുക്ക് വളരെ ഉന്നത നിലവാരത്തിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ IIFRFന്റെ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ അതൊന്നുകൂടി മെച്ചപ്പെടുത്തി നമ്മൾ 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ മറ്റൊരു കോളേജിനും ഈ പ്രൈവറ്റ് കോളേജുകൾക്ക് ഈ റാങ്കിങ്ങിൽ എത്തിയിട്ടില്ല. കേരളത്തിലൊട്ടാകെയുള്ള റാങ്കിങ്ങിലാണ് നമ്മൾ 4ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഇവിടെയുള്ള അധ്യാപകരുടെ വളരെ ആത്മാർത്ഥമായ അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ്ങിന്റെ ഫലമായി തന്നെയാണ്. നമ്മുടെ കുട്ടികളും അതിൽ വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളിൽ വരുന്ന സമയത്തായാലും അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെയധികം ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും അവരെല്ലാം അഭിനന്ദിക്കാൻ കൂടി അധ്യാപകരെയും ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ മറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും പഠിച്ച വിദ്യാർത്ഥികളൊക്കെ തന്നെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അക്കാദമിക് രംഗത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും കോളേജ് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക പരിപാടികൾ, വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രചോദന പരിപാടികൾ, മൈലാഞ്ചി ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റ്, പരമ്പരാഗത പാചക മത്സരങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ കോളേജിൽ സംഘടിപ്പിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് എല്ലാ പരിപാടികളും നടത്തുന്നത്. MSW വിഭാഗം സർവകലാശാല റാങ്കുകളുടെ കാര്യത്തിൽ കോളേജിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വകുപ്പാണ്. MSWയിൽ കഴിഞ്ഞ വർഷങ്ങളിലായി നിരവധി റാങ്കുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വർഷവും 10 റാങ്കുകളുടെ പട്ടികയിൽ ഈ വർഷവും MSW വിഭാഗത്തിൽ 7ഓളം റാങ്കുകൾ കോളേജിന് ലഭിച്ചിട്ടുണ്ട്. MSc കെമിസ്ട്രി, BBA, BCom തുടങ്ങിയ വകുപ്പുകളും മികച്ച വിജയശതമാനം നിലനിർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ എല്ലാ പ്രോഗ്രാമും കുട്ടികൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള പ്രോഗ്രാം ഇപ്പോഴുള്ള എല്ലാവർക്കും അറിയാം, ന്യൂ ജെൻ ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ
അവർക്ക് ധാരാളം മാത്രമല്ല പാഠ്യേതര കാര്യങ്ങളിലൊക്കെ തന്നെയും വളരെയധികം അവര് എന്താ പറയുക ഇൻട്രസ്റ്റ് കാണിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഈ വർഷം തന്നെ ധാരാളം പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ കോൺവക്കേഷൻ കഴിഞ്ഞ ആഴ്ചയാണ് നടന്നത്. കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസിന്റെ കോൺവക്കേഷൻ വളരെ ഭംഗിയായി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രോഗ്രാം നമ്മൾ ഈ കോളേജിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായി കുട്ടികളുടെ വളരെ നല്ല ഇൻവോൾവ്മെന്റിലാണ് നമ്മളത് നടത്താറ്. സാധാരണ നമ്മൾ ധാരാളം പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള അവരുടെ അഭിരുചികൾ വ്യത്യസ്തമായ അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ നവംബർ 1 ഗംഭീര പരിപാടി നടത്താറുണ്ട്. അന്ന് മൈലാഞ്ചി ഫെസ്റ്റ്, അതുപോലെ തന്നെ ബ്രൈഡൽ ഫെസ്റ്റ്, അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷൻ, അത് ഒറ്റ ദിവസം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നടത്താറുണ്ട്. പിന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്താറുണ്ട്. പാചകത്തിന്റെ ഒരു കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അത് പഴയ രീതിയിൽ ഉള്ള ഗ്യാസ് ഉപയോഗിക്കാതെ വിറക് ഉപയോഗിച്ച് ചട്ടിയിലൊക്കെ പാചകം ചെയ്യുക. അത് കുട്ടികൾക്ക് ഒരു ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടത്താറ്. അതുപോലെ മറ്റു തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ യൂണിയൻ ആക്ടിവിറ്റീസ് ആയാലും അതുപോലെ തന്നെ ഫൈൻ ആർട്സിന്റെ ആക്ടിവിറ്റീസ് ആയാലും ഒക്കെ ധാരാളം ആക്ടിവിറ്റീസ് നമ്മൾ നടത്താറുണ്ട്. സ്പോർട്സിന്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ നല്ലൊരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് ഫുട്ബോളിലൊക്കെ. അത് ഇപ്പോഴും ആ നിലവാരം നമ്മൾ നിലനിർത്തുന്നുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും കോളേജ് സജീവമാണ്. NSS, MSW വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തൂഫാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫ്ലാഷ് മോബ്, കൊളാഷ് മത്സരം, ബോധവൽക്കരണ ക്യാമ്പുകൾ തുടങ്ങിയ പരിപാടികൾ കോളേജിന് പുറത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ എല്ലാ പോസിറ്റീവ് പ്രവർത്തനങ്ങൾക്കും കോളേജും മാനേജ്മെന്റും പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ പോലെയുള്ള ക്യാമ്പുകൾ, NSSന്റെ ധാരാളം പരിപാടികൾ, പിന്നെ ഇപ്പോഴും നമ്മൾ ഈ തൂഫാനുമായി ബന്ധപ്പെട്ടിട്ട് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ധാരാളം പരിപാടികൾ നമ്മൾ ഈ കോളേജിൽ നിന്നും പുറത്തും നടത്തിയിട്ടുണ്ട്. ഫ്ലാഷ് മോബ് നടത്തിയിട്ടുണ്ട്, കൊളാഷിന്റെ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്, റീൽസിന്റെ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മൾ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളതും അവരാവശ്യപ്പെടുന്നതും അവർ ഇന്നത്തെ തലമുറയ്ക്ക് എപ്പോഴും അവരുടെ വൈബ്രന്റ് ആയിട്ട് നിലനിൽക്കാൻ വേണ്ട കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നവർ അതൊക്കെ നമ്മൾ നടത്തി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു പരിധിവരെ വളരെ ഭംഗിയായി ഡിസിപ്ലിനൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. റിസൾട്ടിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുന്ന കോളേജുകളുടെ പട്ടികയിൽ നമ്മളുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മൾ 100% ആണ് നമ്മളെ BCAയുടെ റിസൾട്ട്. 46 കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതില് നമ്മുടെ എക്സാം എഴുതിയുള്ളത്. അതിൽ 46 കുട്ടികളും നമുക്ക് പാസ്സാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാദമിക് മികവും സാമൂഹിക പ്രതിബദ്ധതയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനമെന്ന നിലയിൽ SNDP YSS കോളേജ് പുതിയ നേട്ടങ്ങളിലേക്ക് മുന്നേറുകയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണ്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.